എന്നാലും മച്ചമ്പി വിചാരിക്കുന്നവരല്ല. ഇന്ന് ഞങ്ങൾ അടുക്കളയിൽ ഇന്ന് ലില്ലിയിൽ കണ്ടത് വേറൊരാളെയാ. സത്യം. ഞാൻ പറയുന്ന പുകയെന്ന് പറഞ്ഞിരിക്കുന്നു. പെണ്ണുമ്പിള്ള ചോദിച്ചോ, എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ഇതായിരിക്കൂല, പാമ്പെന്നൊക്കെ പറഞ്ഞത് അവർക്ക് തോന്നിയതായിരിക്കും. ഈ തോന്നലിനെ ഈ മറ്റേ ഇവരെ പറയുന്നത് എന്തൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹാലൂസിന്, അങ്ങനെ ഒരു പേരുണ്ട് അതിന്. നീ ചുമ്മാ ആവശ്യമില്ലാതെ അതൊന്നും പറയല്ലേ. ക്ലീറ്റോ, എനിക്ക് വിഷമില്ലാത്തോണ്ടാണോ? നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അവള് പാത്രം വീണെന്നൊക്കെ പറയുന്നു. താഴെ പാത്രം എന്തെങ്കിലും താഴെ കണ്ടോ? ഓഫ് ചെയ്ത ഗ്യാസ് ഓൺ ആയിരുന്നെന്ന് പറയുന്നു, ഓണാക്കിയ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു പറയുന്നു. അതൊക്കെ എല്ലാ പെണ്ണുങ്ങളും ചെയ്യണം. ഇവിടെ എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ചെയ്യണ പോലെയാണോ? എന്താ അത്ര ധൈര്യമാണെങ്കിൽ നിങ്ങൾ ചെന്ന് നോക്ക്. എന്താ നോക്കാത്ത? അങ്ങനെയാണെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ആടിയതോ? അത് ഞങ്ങൾ രണ്ടുപേരും കണ്ടല്ലേ. എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുക. പപ്പയെക്കാരും അറിഞ്ഞോണ്ടല്ലോ, അതാലോചിക്കുമ്പോഴാണ്. ഞാൻ അവനോട് എന്ത് പറയുന്നാലും ഇങ്ങനെ ചങ്കൂട്ടി പോവാൻ്റെ. അവനാണ്, അവൻ ഒറ്റൊരുത്തരാണ് എല്ലാത്തിനും കാരണം. എന്റെ കൊച്ചിന് മനസ്സമാധാനം കൊടുക്കണ്ടേ? എന്തിനാണ് ക്ലീറ്റോ കനകൻ അങ്ങനെ പറയുന്നത്? പിന്നല്ലാതെ അവനെ തന്നെ പറയാനുള്ളത്. പിന്നെ ആരെ പറയണം? എന്ത് മനസ്സമാധാനം കൊടുക്കാത്തത്? അവൻ എപ്പോഴാ മനസ്സമാധാനം കൊടുത്തിട്ടുള്ളത്? പിന്നെ അവൻ പൊന്നെ പാലേന്ന് വിളിച്ചിട്ട് അവിടെ നോക്കുന്നത്. തർക്കമല്ല വേണ്ടത്, ഇതാരും അറിയാതെ ഒരു പരിഹാരം. കൊടുങ്ങല്ലൂര് പോയി ആലിനകത്ത് ആണി നെറ്റി വെച്ചടിച്ചാലോ? ചുമ്മാ ഇല്ലടാ, എന്റെ കൊച്ചിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കാലത്ത് ഞാനാണെങ്കിൽ അവളടുത്ത് കുറെ ദേഷ്യപ്പെടുകയും ചെയ്തു. അത് ഈ കർണാടരാജന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ അവളെ വിഷമിപ്പിക്കണ എന്തിനാ? അവൾ അത് കഴിഞ്ഞപ്പോ എന്തോരം അറിയാമോ? അവൾ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും എന്റെ കൊച്ചിനെ ഞാൻ അങ്ങോട്ട് പോയി കാണുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് മെത്രാൻ എടുത്ത് കൊണ്ടുപോയി തലമുട്ടിച്ച് പ്രാർത്ഥിക്കാതെ പറ്റൂ. നീ അച്ഛമ്മ എനിക്ക് വിഷമില്ലാത്തതാണ് പറ്റും. എന്റെ കുഞ്ഞുപ്പൊക്കെ വേണ്ടിട്ടല്ലേ അവക്കൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിള്ളേരും ഉണ്ട്. ലില്ലി നാഗവല്ലിയായി കഴിഞ്ഞെന്നാ തോന്നുന്നു. അങ്ങനെ അത് ഇന്ന് കനകമ്മച്ചമ്പിയെ വെട്ടും. ലില്ലിപ്പോള് എന്തോടാ കാണിക്കുന്നത്? എന്തുവാണ് ക്ലീറ്റോ ചേട്ടാ? എന്തിനാ വിളിച്ചു തന്നെ? നീ എപ്പോ വന്ന്? ഞാനെപ്പോഴാ വന്ന്? ഇവക്ക് കുഴപ്പമൊന്നുമില്ലേ? എന്ത് കുഴപ്പം?